ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് വൈഫൈ ആകട്ടെ, മൊബൈൽ ഡാറ്റ ആകട്ടെ, ഏതുമാകട്ടെ, നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്, ആ ഒരു മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ലാഗിങ്, ഹാങ്ങിങ്, അതുപോലെ തന്നെ മൊബൈൽ പെട്ടെന്ന് ചൂടാകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇനി മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ഹൈ സ്പീഡോടുകൂടി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇതേതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും. അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഡോൺ അലോ കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻഡോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുവശത്ത് താഴെ ഒരു ഓൺ ഓഫ് ചെയ്യേണ്ട ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓഫിലാണ് ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റിങ്സ് കാണിക്കും. ബാറ്ററിയുടെ ഒരു ഒപ്റ്റിമൈസേഷൻ ചോദിക്കുന്നതാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ക്യാൻസൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് യൂട്യൂബ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷനിലൂടെ യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കുമ്പോൾ നമുക്ക് അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ യൂട്യൂബ് തിരഞ്ഞെടുക്കുകയാണ്. യൂട്യൂബ് ഇവിടെ വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വലതുവശത്ത് കാണുന്ന ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ആകും. ഇതുപോലെ പോപ്പപ്പ് വരുമ്പോൾ ഇവിടെ നോട്ട് നൗ എന്ന ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് നൗ കൊടുക്കുകയാണ്. യൂട്യൂബിൻ്റെ പേരിലും ആ ഗ്ലോബിൻ്റെ ചിഹ്നത്തിലും ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം. യൂട്യൂബ് തുറക്കുമ്പോൾ കണ്ടോ, യൂട്യൂബ് വർക്കാകുന്നേ ഇല്ല. ഫുൾ ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. കാരണം യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ, ഇതാ കണ്ടോ, ഇവിടെ ഞാൻ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട്. വൈഫൈ കണക്റ്റഡ് ആണ്, പക്ഷേ ഇവിടെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മറ്റുള്ളതിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യും, പക്ഷേ യൂട്യൂബിൽ വർക്ക് ചെയ്യില്ല. കാരണം യൂട്യൂബിൻ്റെ മാത്രമാണ് ഇൻ്റർനെറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. വീണ്ടും ഇവിടെ നോട്ട് നൗ കൊടുക്കുക. എന്നിട്ട് യൂട്യൂബിൻ്റെ ആ ഭാഗത്ത്, ഗ്ലോബിൻ്റെ ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ മതി. അവിടെ ആ ബ്ലൂ കളർ മാറിയിട്ടുണ്ട്. നോട്ട് നൗ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നേരെ ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, കൃത്യമായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇൻ്റർനെറ്റ് നമ്മുടെ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ മൊത്തം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതും, അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകുന്നതും, ലാഗ് ആകുന്നതും, അതുപോലെ തന്നെ മൊബൈൽ പെട്ടെന്ന് ചൂടാകുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് ഏതൊക്കെ ആപ്ലിക്കേഷന് വേണം അതിനൊക്കെ മാത്രം നിങ്ങൾ ഇൻ്റർനെറ്റ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകുകയില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ഈ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching.